ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഈഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി പനീറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ചോറിൻ്റെ ഒപ്പം ചപ്പാത്തി, പൂരി എന്തിൻ്റെ ഒപ്പം സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കടായി പനീറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്ത് കണ്ടല്ലോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല്. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പിയിലോട്ട് കടക്കാം. അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് ഒരു 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് പനീറാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഹോം മെയ്ഡ് പനീർ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമ്മൾ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ, ഒന്ന് ലൈറ്റായിട്ട് അധികം ഒന്ന് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു 2 minutes ഫ്രൈ ചെയ്തെടുക്കാം. അതിൻ്റെ മേലെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ജസ്റ്റ് ഒന്ന് തൂക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഈ ഒരു കടായി പനീറിൽ അത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഫ്രൈ ചെയ്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, ഇല്ലാണ്ട് വേണമെങ്കിലും ആഡ് ചെയ്തോളൂ കേട്ടോ. ഞാനിവിടെ ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2 minutes ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 minute ശേഷം പനീർ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. പനീർ ഒന്ന് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അതേ സെയിം ഓയിലിലോട്ട് നമുക്കൊരു 2 വറ്റൽമുളക് ഞുറുക്കി അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം ആഡ് ചെയ്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ സാധാരണ മല്ലിക്കൊത്തില്ലേ, അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള മല്ലിക്കൊത്ത് ക്രഷ് ചെയ്തിട്ട് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു നല്ലൊരു ഫ്ലേവർ വരും കേട്ടോ. ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 2 മീഡിയം സൈസ് സവോള തീരെ നൈസായിട്ട് ഞുറുക്കിയത് അതും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഒരു ലൈറ്റായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഞാൻ ഒരു കുഞ്ഞ് സവോള ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതേ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം അതും ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് ഒരു 70% നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ലാസ്റ്റിലാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ചൊവയൊക്കെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് അഥവാ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ആ ഒരു പച്ചമണം തന്നെ ഇഷ്ടമാണെങ്കിൽ അത് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ നേരത്തെ ആഡ് ചെയ്ത് ഒരു 70% ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സവോളയും ക്യാപ്സിക്കം 70% ഒന്ന് കുക്കായതിന് ശേഷം ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇഷ സ്പൈസി ഫെസ്റ്റിവലിലെ സ്പെഷ്യൽ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ സാധാരണ ജീരകം വറുത്ത് പൊടിച്ചത് അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഈ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസ് തക്കാളിക്ക് ഞാനിവിടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ടൊമാറ്റോ പ്യൂരി ആക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ആ തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം ദാ നോക്കിക്കോളൂ, നമ്മുടെ ഓയിലെല്ലാം റിലീസായിട്ട് നമ്മുടെ തക്കാളിക്ക് എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളിക്ക് ഞാൻ ഇവിടെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു തക്കാളിക്ക് നന്നായിട്ടൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 3 മിനിറ്റിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. നമ്മുടെ തക്കാളിക്ക എല്ലാം നന്നായിട്ടൊന്ന് കുക്കായി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. അതായത് 100 ml നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അധികം ഹൈ ഗ്രേവി ആയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, ലൈറ്റായിട്ട് ഒരു തിക്ക് ഗ്രേവി ആയിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആ ഒരു റൈറ്റായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീറിലോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാലകളെല്ലാം പിടിച്ചതിന് ശേഷം നല്ലൊരു ബോയിൽ വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വാവ്, നല്ല കളർഫുൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടായി പനീർ ഇവിടെ റെഡിയാണ്. നമുക്ക് ഇനി സെർവിങ് ബൗളിലോട്ട് ഒന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ.
കാണുമ്പോൾ തന്നെ ഇത്ര അട്രാക്റ്റീവ് ആണെങ്കിൽ കഴിക്കുമ്പോൾ എന്തായിരിക്കും ടേസ്റ്റ്? സോ തീർച്ചയായിട്ടും പ്ലീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, ഞാൻ ഗ്യാരണ്ടിയാണ്. സോ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടെസ്റ്റിവൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ല റെസിപ്പിയും കൊണ്ട് വരുന്നത് വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. Thank you for watching and bye-bye.